കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനാണെങ്കിൽ നമ്മൾ മീൻ വാങ്ങാനായിട്ട് പോവുകയാണ്. ഞാനും അമ്മമ്മയും മോളും കൂടെയാണ് പോകുന്നത്. മോന് സുഖമില്ല കേട്ടോ, അപ്പോൾ മോനെ കൊണ്ടുപോകുന്നില്ല. അപ്പം ഞങ്ങൾ മൂന്നരും കൂടെ മീൻ വാങ്ങാൻ പോവുകയാണ്. അപ്പം മീൻ വാങ്ങുക മാത്രമല്ല, നമുക്ക് അരിയൊക്കെ സാധനങ്ങൾ മേടിക്കണം. അപ്പം ഞങ്ങൾ മേടിക്കുന്ന ചന്ത, കുമരിച്ചന്ത എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കൊച്ചും കൂടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓവറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം കുമരിച്ചന്ത എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൈവേ വഴിയാണ്. കമലേശ്വര അമ്പലത്തറ വഴിയും നമുക്ക് ഈ കുമരിച്ചന്തയിൽ പോവാം. ഞങ്ങളിത് ഹൈവേ വഴി, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൂടെയാണ് ഹൈവേ പോയേക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കുമരിച്ചന്ത ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ പോയ പ്ലെയിനാണ്. നല്ലതുപോലെ താന്നാണ് പ്ലെയിൻ പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി കിട്ടി, ഓട്ടോ കിട്ടിയത് കാരണം ഞങ്ങൾ ഇതാ കുമരിച്ചന്തയിലെത്തി. ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് മോള് ഫോണിലൊക്കെ കൈവച്ച് ക്യാമറ മറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കൈ പിടിച്ച് മാറ്റും, അതിനനുസരിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചന്തയ്ക്കകത്ത് കയറും മുമ്പേ ചക്ക തപ്പി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കൂട്ടരവിടെ ചക്ക കച്ചവടം ചെയ്യുന്ന കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നേരെ ചെന്ന് 50 രൂപയുടെ ചക്ക ഞങ്ങൾ മേടിച്ചു. അപ്പോൾ നല്ല വെയിൽ, അപ്പം മോക്ക് തൊപ്പിയോ ടർക്കിയോ ഒന്നും വിട്ടിട്ടില്ല. അതൊന്നും ഇഷ്ടമല്ല. ഒന്നീ ക്ലിപ്പ് കുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തലയിൽ വെച്ചാൽ തന്നെ എല്ലാം ഒരു ഉണ്ണ എടുത്ത് നമ്മൾ റിബൺ എടുത്ത് കെട്ടിയാൽ തന്നെ ഊരിക്കളയും കേട്ടോ. ഇല്ലെങ്കിൽ എടുത്തത് വായിലിട്ട് ഇങ്ങനെ ചവച്ചിരിക്കും. അതാണ് പെണ്ണിൻ്റെ വില. അപ്പം എൻ്റെ അടുത്ത് ആ മാമി പറയുന്നുണ്ട്, ഭയങ്കര വെയിൽ, മോളെ തണലത്തോട്ട് കൊണ്ട് നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പതുക്കെ സൈഡിൽ കൂടെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ചക്ക മേടിച്ചിട്ട് നേരെ ഇനി ചന്തയ്ക്കകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. നല്ല തിരക്കുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്ക് നടക്കാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ട്. അപ്പം കൈ പിടിച്ചുകൊണ്ടൊക്കെ വേണം പോവാൻ. അങ്ങനെ അമ്മൂമ്മയും ഞാനും മോളും കൂടെ ചന്തയ്ക്കകത്തോട്ട് കയറുകയാണ്. നല്ല ആളൊക്കെ ഉണ്ട് ഈ വാങ്ങാനായിട്ട്. ഞങ്ങൾ ഈ വലത് സൈഡിലെ ആളുടെ സാധാരണ പച്ചക്കറിയൊക്കെ മേടിക്കാറുള്ളത്. ഇന്ന് ഞങ്ങൾ നേരെ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചന്തയ്ക്കകത്തോട്ട് കയറി. ഞങ്ങളങ്ങനെ ചന്തയിൽ നിന്ന് മീനൊക്കെ മേടിച്ച് വീട്ടിലെത്തി. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊഞ്ച് മേടിച്ചു. 200 രൂപയുടെ കൊഞ്ചും 50 രൂപയുടെ ചക്കയും 200 രൂപയുടെ കണവയാണ് മേടിച്ചത്. സാധാരണ ചൂര മേടിക്കുന്നതിൻ്റെ 400-500 രൂപയുടെ ചൂരയാണ്. അപ്പോൾ ഇന്ന് ചെന്നപ്പം ചൂരയ്ക്ക് അതിനും മേളിലാണ് 650, 700, 750 അങ്ങനെയാണ് വില പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ചൂര മേടിച്ചില്ല, അല്ലെങ്കിൽ ചൂര തന്നെ ഇവിടെ മേടിക്കത്തുള്ളൂ. അപ്പം ഇത് 3ഉം കൂടെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങ് പോരുകയാണ്. ഇപ്പോൾ കൊഞ്ചിന് വേണ്ടി ഞാൻ തേങ്ങ തിരുകാനായിട്ട് ചിരവി എടുത്ത് വെച്ചു. തേങ്ങ തിരുകുന്ന ഭയങ്കര മടിയായതുകൊണ്ട് വേണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ച് തേങ്ങ തിരികിയതല്ല, നേരെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് ഗൈസ്. ഇപ്പോൾ കൂടുതലും ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. എനിക്ക് തിരുമാൻ ഭയങ്കര പാട്. ഇതിൽ ചാരി നിന്നിട്ട് ഞാൻ പച്ചരിച്ച് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്, വറുത്തരച്ചല്ല കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. സ്ഥിരം തട്ടിയിട്ട് ശീലമായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഏകദേശം ഒരു അളവ് നമുക്കറിയാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മുളക് പൊടി, ഇത് സാധാ മുളക് പൊടിയാണ്, എരി കുറവുള്ള മുളക് പൊടി തന്നെ, കാശ്മീരി ഒന്നുമില്ല കേട്ടോ. അടുത്തത് ഞാൻ ഇവിടെ ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. ശകലം പുളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്രയും കൂടെ ഞാനിവിടെ വെച്ചു. ഉള്ളി ഇടുന്ന കാര്യം മറന്നുപോയി. ഞാൻ പിന്നെ ഉള്ളി എടുത്തുകൊണ്ട് വന്ന് അതിലരിഞ്ഞിട്ടു അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊഞ്ച് നുള്ളാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിത് തൊണ്ടയ്ക്ക് ഇത്തിരി ഒരു ചുമയും തൊണ്ട കാറക്കം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സൗണ്ടിന് അങ്ങോട്ട് ഇത്തിരി ഒരു പ്രശ്നം പോലെ, അതുകൊണ്ട് ഞാൻ വോയിസ് റെക്കോർഡാണ് ഞാനിതിൽ ചെയ്യുന്നത് തന്നെ.
അങ്ങനെ ഞാൻ കൊഞ്ച് ഞാൻ ഇവിടെ നുള്ളുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം കൊഞ്ച് നുള്ളാൻ. എന്നാലും എൻ്റെ മോന് ഭയങ്കര ഒരു ആഗ്രഹം, അമ്മ കൊഞ്ച് നുള്ളുന്നതും കൂടെ വീഡിയോയിൽ ഇടണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതും കൂടെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം മോന് ഭയങ്കര സംശയം ഇതെങ്ങനെ ചെയ്യുന്നത് എടുക്കുന്നതെന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ കൊഞ്ചെല്ലാം നുള്ളി കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കൊഞ്ച് കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ കൊഞ്ച് കറി വെക്കുമ്പോൾ അതിൽ വെള്ളരിക്ക അരിഞ്ഞ് ചേർക്കുക, മുരിങ്ങയ്ക്കയും അതുപോലെ 2 പച്ചമുളകും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ കറി ഇത്തിരി പെരുത്ത് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ കൊഞ്ച് 200 രൂപയുടെ കൊഞ്ച് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് മുറിച്ചൊന്നും ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനത് അടപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ കൊഞ്ച് കറി സാധാരണ വെക്കുമ്പോൾ എൻ്റെ മോനാണ് കൊഞ്ചെല്ലാം തിന്നുന്നത് കേട്ടോ. കൊഞ്ച് കൊതിയനും കൂടെ ആയതുകൊണ്ടേ നമുക്ക് കൊഞ്ച് കിട്ടാറില്ല. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണേ. ഇനി നമുക്കൊരു അടപ്പാത്രം വെച്ചൊന്ന് അടച്ച് വെക്കാം. കറി ഒന്ന് തിളക്കട്ടെ. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളിവിടെ നുള്ളി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ മോൻ 2-3 തവണ ഇവിടെ വന്ന് നോക്കി കൊഞ്ച് കറി ആയോ എന്ന് ചോദിച്ചിട്ടാണ് പോയിരിക്കുന്നത്. വയ്യാത്തതുകൊണ്ട് കുട്ടി ആഹാരമൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കൊഞ്ച് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്തിരി ചോറൊക്കെ കഴിക്കാമെന്നുള്ള ഇതായി. എന്നിട്ടിപ്പോൾ കറി വെച്ച ഉടനെ എന്നോട് പറഞ്ഞേക്കുന്നത് എനിക്ക് കൊഞ്ച് തരണേ എന്നാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ മണക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു, അടച്ച് വെക്കാം. ഇനി അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക കൊഞ്ച് കറിയും കപ്പയ്ക്ക തോരൻ, വെള്ളരിക്കയും തക്കാളിയും കൂടെ ഇട്ട് ഒഴിച്ചു കൂട്ടാനും കൂടെയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.